അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഈ ചെടി എന്നാ നിൽക്കുന്നതെന്ന് ഞാൻ കാണിച്ചായിരുന്നേ. അപ്പോൾ ഒത്തിരി പേര് ഇതിനെപ്പറ്റി കാര്യങ്ങളും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് പലർക്കും താല്പര്യമുള്ള ഒരു പച്ചക്കറിയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇതാണ് നമ്മുടെ ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ നമ്മുടെ കുമ്ര. നമ്മളിവിടെ ന്യൂസിലൻഡിലാണ് ഇതിനെ കുമ്ര എന്ന് പറയും കേട്ടോ. ഒരു മൗറി വേർഡാണ് കുമ്ര എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ന്യൂസിലൻഡിൽ ഞങ്ങളിതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഒത്തിരി പോഷകഗുണമുള്ള ഒരു പച്ചക്കറിയാണല്ലോ ഇത്. പച്ചക്കറി എന്ന് കിഴങ്ങ് വർഗ്ഗം നമ്മുടെ ഈ പൊട്ടറ്റോയ്ക്കാലും ഒക്കെ ഒത്തിരി പോഷകഗുണമുള്ളതാണ്. അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ മധുരക്കിഴങ്ങ്. അപ്പം നമുക്ക് ഇത് നട്ടതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. ഇതിനെപ്പറ്റി ഇന്ന് പറയാവേ. അപ്പം ഞാനിതിന് ഇന്ന് വളമിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനിവിടെ നട്ടിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു ഗാർഡൻ ബെഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നട്ടിരിക്കുന്നത് ഒരു ചെറിയ ഗാർഡൻ ബെഡിലാണ് നട്ടിരിക്കുന്നത്. ഇത്രയും മുഴുപ്പമുള്ളൂ ഇവിടെ. ഇതിൻ്റെ അകത്താണ് ഞാൻ നട്ടിരിക്കുന്നത്. നമ്മൾ സ്ലിപ്പ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നട്ടിരിക്കുന്നത്. ആ മധുരക്കിഴങ്ങിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ മുറിച്ചെടുത്ത് കുറച്ച് സമയം വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ അതിന് സ്ലിപ്പ് ഉണ്ടായി വരും. അങ്ങനെ ആ സ്ലിപ്പാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത്. ഇതന്നേരം ഞാനിത് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു സംശയമായിരുന്നു കേട്ടോ നട്ട സമയത്തെ. പക്ഷേ നന്നായിട്ടുണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കതുകൊണ്ട് ഇതിന് വളമിട്ട് കൊടുക്കാം. വളമിട്ട് കൊടുത്തെങ്കിലേ ഇത് ശരിയായിട്ട് നല്ല നമുക്ക് കിഴങ്ങുകൾ തരുവുള്ളേ. നമുക്കതുകൊണ്ട് ഇതിന് വളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ആട്ടും കാഷ്ടം വെള്ളത്തിലിട്ട് വെച്ചതാണേ. അപ്പം നമ്മൾ ഈ ചാണകമൊക്കെ വെള്ളത്തിലിട്ട് വെക്കത്തില്ലേ, അതുപോലെ ചുമ്മാ കുറച്ച് ദിവസം ഇട്ട് വെച്ചു. പക്ഷെ ഇപ്പം നോക്കിയാൽ കൂത്താടി ഉണ്ടാകാൻ തുടങ്ങി. 2 ദിവസം മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടിയും പോയി കൂത്താടിയായി. നമുക്ക് ഇന്ന് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പോവും. ഇവിടെ ഒത്തിരി കൊതുകാകത്തില്ലേ, നമുക്കിതിനെ ഈ വെള്ളം ഇതെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് കോരി ഇതിന് ഒഴിച്ചു കൊടുക്കുവാണേ. ഈ ചീനിക്കിഴങ്ങ് നന്നായി ഉണ്ടാകാൻ വേണ്ടി മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ വെള്ളവും വളവും സൂര്യപ്രകാശമാണ് കേട്ടോ. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ ഈ ചീനിക്കിഴങ്ങ് നന്നായിട്ട് വളർന്ന് നമുക്ക് നന്നായിട്ട് ഇതിന് കിഴങ്ങുകൾ തരും കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വെയിലുള്ള സ്ഥലത്ത് നടുക, അതുപോലെ നല്ല ചൂടുള്ള സമയത്ത് നടുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക, നല്ലപോലെ വളമിട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ബെഡ് തയ്യാറാക്കുമ്പോൾ തന്നെ അതിന് വളമിട്ട് തയ്യാറാക്കണം. എന്നാലേ നടുമ്പടെ നല്ല ശക്തിയിലങ്ങ് വന്ന് ഇതിന് വിത്ത് തരുള്ളൂ. ഇപ്പം ഞാനിവിടെ എൻ്റെ ചീനിക്കിഴങ്ങിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം കേട്ടോ. എൻ്റെ ചീനിക്കിഴങ്ങ് നിൽക്കുന്നുണ്ടോ, കുമ്പ്ര സ്വീറ്റ് പൊട്ടാറ്റോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാണകവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റാണിത് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഞാൻ പറിക്കുന്ന വീഡിയോ പിന്നെ കാണിക്കാം. സ്ട്രോബെറി പറിച്ച് കഴിക്കാം. ഞാനിങ്ങ് വന്നപ്പോൾ ഒരു സ്ട്രോബെറി ഇവിടെ നിൽക്കുന്നുണ്ട്. സ്ട്രോബെറിയുടെ ഒക്കെ സീസൺ കഴിഞ്ഞു കേട്ടോ. ഇതേ വേറൊരു സ്ട്രോബെറി.